ഡിയർ, സഞ്ജു മിസ് ആണ്. അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലതും നമ്മളോട് മറന്നു പോകും, വിട്ടുപോകും അല്ലേ. പക്ഷേ നിങ്ങൾ വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മിസ് പറയട്ടെ, മിസ് ഓരോ ചെക്ക് ലിസ്റ്റ് കാണിക്കുമ്പോഴും നിങ്ങളത് ഫസ്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ടിക്ക് ചെയ്യുക. ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ആ ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഗെറ്റ് യുവർ സ്കൂൾ ഗിയർ റെഡി. ഒന്നാമത്തത് ബാക്ക് പാക്ക് ഈസ് ക്ലീൻഡ് ആൻഡ് റെഡി. നിങ്ങളുടെ സ്കൂൾ ബാഗ് പഴയതായിക്കോട്ടെ പുതുതായിക്കോട്ടെ ഏതായാലും അതൊക്കെ റെഡിയാക്കി വെക്കുക. പഴയ ബാഗാണെങ്കിൽ പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെക്കാം. അതേപോലെ കുടയും കൂടെ അതിൻ്റെ കൂടെ എടുത്ത് വെക്കുക കേട്ടോ, കാരണം നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ മക്കൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, എടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ടിക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തത് എന്താ? ബോട്ട് ഓൾ സ്കൂൾ സപ്ലൈസ്. അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി വയ്ക്കാം. അതായത് നിങ്ങളുടെ നോട്ട്ബുക്ക് ആവാം, പെൻസില്, സ്കെയില്, കട്ടർ, അങ്ങനെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക. അതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടാം. ഓക്കെ, റെഡിയാണെങ്കിൽ ടിക്ക് ഇടാം. അടുത്തത് യൂണിഫോം ഓർ ക്ലോത്ത്സ് വാഷ്ഡ് ആൻഡ് ഫിറ്റ് വെൽ. ഒന്നുമില്ല, നമ്മളുടെ യൂണിഫോംസ് പഴയ യൂണിഫോം ആവാം, ഇനി പുതിയ യൂണിഫോം ആണെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. പഴയതാണെങ്കിൽ ക്ലീനൊക്കെ ചെയ്ത് നന്നായി അലക്കി നന്നായി തേച്ച് മടക്കി വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ അതൊക്കെ ടിക്ക് ചെയ്ത് പോകണം. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ മക്കളെ. ഓക്കെ, ഗെറ്റ് യുവർ ബ്രെയിൻ ഇൻ സ്കൂൾ മോഡ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് വെക്കേഷൻ മോഡിലാണല്ലേ. അപ്പം ചിലരൊക്കെ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. പക്ഷേ ചിലരൊക്കെ ഇപ്പോഴും ആ വെക്കേഷൻ മോഡ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഫുൾ എൻജോയ് ചെയ്ത് നടക്കുന്നവരായിരിക്കും. പഠനമൊക്കെ അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താ, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തൊക്കെ ഒരു എഴുതാൻ ബുദ്ധിമുട്ട്, വായിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീക്കെങ്കിലും നിങ്ങൾ ഒന്ന് റെഡി ആവുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് റിവ്യൂ ലാസ്റ്റ് ഇയേഴ്സ് നോട്ട്സ് ഓർ ബുക്സ്. ഒന്നുമില്ല, നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ബേസിക്സ് ഒക്കെ കൊടുത്തിട്ടില്ലേ. അപ്പം നിങ്ങൾ ആ ബേസിക് ക്ലാസ്സുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്കിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഒന്ന് മറച്ചൊക്കെ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് ടിക്കിടുക. റെഡി ആയി കഴിഞ്ഞാൽ അടുത്തത് ഫിനിഷ് സമ്മർ റീഡിങ് ഓർ അസൈൻമെൻറ്റ്സ്. നിങ്ങൾ എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിനിഷ് ചെയ്യുക പെട്ടെന്ന് തന്നെ. അതേപോലെ ഇപ്പം നമ്മളുടെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ചലഞ്ചസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഓരോ വീക്ക് ചലഞ്ച് ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ വീഡിയോസൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതൊക്കെ കണ്ടിട്ട് ആ ചലഞ്ചൊക്കെ, അതായത് നമ്മളുടെ ഈ സമ്മർ പ്ലാനില്ലേ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, യെസ് ടിക്കിടാം. ചെക്ക് ലിസ്റ്റിൽ അത് ടിക്ക് ഇടാം. അടുത്തത് സെറ്റ് എ ഫ്യൂ ഗോൾസ് ഫോർ ദ ന്യൂ സ്കൂൾ ഇയർ. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ അടുത്ത സ്കൂളിൽ, അതായത് നമ്മൾ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഓരോ ഗോൾ സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. യെസ്, എനിക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യണം, ഞാൻ നന്നായിട്ട് പഠിക്കും, അങ്ങനെ ഒരുപാട് ഗോളുകൾ, നിങ്ങളുടേതായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ ഗോളുകൾ ഉണ്ടാവും. ആ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, വെറുതെ സെറ്റ് ചെയ്ത് വെച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കുകയും കൂടെ വേണം. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ടിക്ക് ഇടുക. ഇനി അടുത്തത് പ്രാക്ടീസ് എ ഫ്യൂ മാത്ത് ഓർ ലാംഗ്വേജ് പ്രോബ്ലം. യെസ്, നിങ്ങൾ പലരും ചിലപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ നേരിടുന്നുണ്ടാവും. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാനായാലും അഡീഷൻ ആയാലും സബ്സ്ട്രാക്ഷൻ ആയാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, കുറച്ചെണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ലാംഗ്വേജ് പ്രോബ്ലം, ഇംഗ്ലീഷിലൊക്കെ ചില വേർഡ്സ്, ചെറിയ ഗ്രാമേഴ്സ്, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താൽ യെസ് ടിക്ക് ഇടുക. അതൊക്കെ കുറച്ച് സമയം വേണ്ട കാര്യമേ ഉള്ളൂ അല്ലേ, ടിക്ക് ഇടുക. അപ്പം നമ്മളുടെ രണ്ടാമത്തതും ഓക്കെ ആയല്ലോ. ഇനി അടുത്തൊരു ചെക്ക് ലിസ്റ്റിലേക്ക് പോവാം. അടുത്തത് റീസെറ്റ് യുവർ റുട്ടീൻ. യെസ്, ഇപ്പം നിങ്ങളുടെ റുട്ടീനൊക്കെ ആകെ ഇളകി മറിഞ്ഞ് കിടക്കുകയായിരിക്കും അല്ലേ. കാരണം അത് വെക്കേഷനാണ്. അപ്പം നമ്മൾ എണീക്കുന്നത് തന്നെ ചിലപ്പം 10 മണി 11 മണിക്കൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 9:30, അങ്ങനെ പല ടൈമിനും ആയിരിക്കും എണീക്കുന്നത്. കുളിക്കുന്ന കാര്യം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഈ വീക്ക് അതൊക്കെ റെഡിയാക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന്, ഗോയിങ് ടു ബെഡ് ഏർലിയർ ഈച്ച് നൈറ്റ്. ഓക്കെ, നേരത്തെ കിടക്കാം അല്ലേ. ഇപ്പം നമ്മൾ ചിലപ്പോൾ സിനിമയൊക്കെ കണ്ട് കസിൻസൊക്കെ ആയിട്ടൊക്കെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് വൈകി 12 മണി 1 മണി 2 മണിക്കൊക്കെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവാം. അതെന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ കിടക്കാം. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും കിടക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, യെസ് ടിക്ക് ഇടുക. അടുത്തത് എന്താ,
വേക്കിംഗ് അപ്പ് അറ്റ് ദ ടൈം യു വിൽ ഫോർ സ്കൂൾ. നേരത്തെ എണീക്കാം. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ എപ്പോഴാണ് പോവുക? നേരത്തെ സ്കൂളിൽ പോകണ്ടേ അല്ലേ? നമ്മൾ എണീക്കുന്ന സമയമാകുമ്പോൾ ഇനി അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ സ്കൂളിലെത്തും അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കുക കേട്ടോ. കുറച്ച് നേരത്തെ, നിങ്ങളിപ്പം എണീക്കാൻ വൈകിട്ടാണ് എണീക്കുന്നതെങ്കിൽ അത് കുറച്ച് നേരത്തെ ആക്കാം. എന്നിട്ട് ചെക്ക് ലിസ്റ്റിൽ ടിക്കിടുക. അടുത്തത് എന്താ? പ്രാക്ടീസ് യുവർ മോർണിംഗ് റൊട്ടീൻ. നമ്മളുടെ ചിലരെന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ കുളിക്കുന്ന കാര്യം, കുളിയൊന്നും ഉണ്ടാവില്ല, വൈകുന്നേരമൊക്കെ ആയിരിക്കും കുളിക്കുന്നതൊക്കെ അല്ലേ? അപ്പം നമ്മളുടെ മോർണിംഗ് റൊട്ടീനൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് നേരത്തെ നമ്മൾ എണീക്കുക, അതുപോലെ മോർണിംഗ് റൊട്ടീനൊക്കെ ചെയ്യുക, അങ്ങനെ കറക്റ്റായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താ, സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ആകെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. അപ്പോൾ ഓക്കെ അല്ലോ, ഈ ചെക്ക് ലിസ്റ്റും നമ്മൾ ഫുൾ ടിക്ക് വീഴും അല്ലേ? ഇനി അടുത്ത ചെക്ക് ലിസ്റ്റിലേക്ക് കടക്കാം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. യെസ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഇപ്പം നിങ്ങൾക്ക് പല്ലുവേദനയോ തലവേദനയോ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് സ്കൂൾ തുറന്നിട്ട് ലീവ് എടുത്ത് കാണിക്കാനായിട്ട് കാത്തു നിൽക്കണ്ട. ഇപ്പോഴേ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ മക്കൾ നേരിടുന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറിനെ കാണിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഒരു ഹെൽത്ത് ചെക്കപ്പ്, അതായത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടോ. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇടുക. രണ്ടാമത്തത് ഈറ്റിംഗ് റെഗുലർ ബാലൻസ്ഡ് മീൽസ്. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ പല സമയത്തേക്ക് എണീക്കാൻ തന്നെ ഓൾറെഡി വൈകുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വൈകിട്ടായിരിക്കും, അതുപോലെ ലഞ്ചൊക്കെ വൈകിട്ടായിരിക്കും ചിലരെങ്കിലും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക? അത് നേരത്തെ ആക്കുക, അതൊക്കെ റെഗുലറായിട്ട് കറക്റ്റായിട്ട് ആക്കുക. അതുപോലെ വാരി വലിച്ച് കഴിക്കാണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചറബറ വാരി വലിച്ച് ഫുഡ് പോയ്സൺ അടിക്കാണ്ടിരിക്കുക. ഒരു വൃത്തിക്കൊക്കെ അല്ലേ, നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. ഓക്കെ, അടുത്തത് എന്താ? അപ്പോൾ അത് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ ടിക്കിടും. അടുത്തത് എന്താ? ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ എവറി ഡേ. എല്ലാ ദിവസവും നല്ലോണം വെള്ളം കുടിക്കണം. അപ്പം നമുക്കിപ്പം മഴയാണ്, പെട്ടെന്ന് രോഗങ്ങളൊക്കെ പടരുന്നതാണ്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുകയും വേണം. മഴയായതുകൊണ്ട് വെള്ളത്തിന് ദാഹം കുറവായിരിക്കും, അപ്പം വെള്ളം കുടിക്കാതിരിക്കരുത്, വെള്ളം കുടിക്കുക കേട്ടോ. അപ്പം അതും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? യെസ്, ടിക്കിടണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എക്സസൈസിങ് ഓർ സ്റ്റേയിങ് ആക്റ്റീവ്. അതായത് ഇപ്പം ചിലപ്പോൾ നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. ആ മടിയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസോ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഈ ഒരു വീക്കെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക, അങ്ങനെ സ്റ്റേ ആക്റ്റീവായിട്ടിരിക്കുക, നല്ല സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് കുട്ടികളായിട്ട് ഇരിക്കുക. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഓക്കെ കഴിഞ്ഞാൽ ഇതിലും നിങ്ങൾ ടിക്കിടുക. അപ്പോൾ മക്കളെ, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നോ? സ്ക്രീൻഷോട്ട് എടുത്തിരുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ, പെട്ടെന്ന് എടുത്തോളൂ. ഓക്കെ, ഇനി ഇതും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് മിസ്സ് മാർക്ക് ചെയ്തത് മിസ്സ് പോക്കാം. യെസ്, ഇതും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ ചെക്ക് ലിസ്റ്റൊക്കെ ഫുൾ ടിക്ക് വീണതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായി ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ ഈ നമ്മളുടെ ഈ അക്കാഡമിക് ഇയറിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് ഇയർ ആവട്ടെ എന്ന് മിസ്സ് ആശംസിക്കുകയാണ്.